ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ക്രോഷറ്റിൻ്റെ ബിയർ ചെയ്തെടുക്കാനാണ്. ഇത് നമുക്ക് ഹാൻഡ്സൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബിയറാണ്. നല്ല അധികം ചെറുതുമല്ല അധികം വലുതുമല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരളവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ടെഡിയുടെ 2 കാലുകൾ ചെയ്തെടുക്കാം. കാലുകൾ ചെയ്യാനായിട്ട്, ലെഗ്സ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സർക്കിളിലേക്ക്, ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. പിന്നെ ഈ സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഈ ഒരു ടൈലിൻ്റെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷയുടെ നേരെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഈ റൗണ്ടിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഫസ്റ്റ് 1 1 ചെയ്തു, സെയിം തന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുക. ഇനി 6 ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയത്. ഈ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിന് നമ്മൾ 2 6 സ്റ്റിച്ചിലും ചെയ്തിട്ട് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡ് 1 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് 1 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് 1 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് 1 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ഒരു ചെയിനാണുള്ളത്, അതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ ഇവിടെ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നമുക്കിവിടെ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടുമെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി 1 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി 3 സ്പേസിലും 1 1 1 ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ 1 ചെയ്തു, സെക്കൻഡിൽ 1 ചെയ്തു, തേർഡ് 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫോർത്ത് 1 തന്നെ 2 ചെയ്ത് കൊടുക്കാം. ഇൻക്രീസിങ് സ്റ്റിച്ചാണ്. ഫോർത്ത് 1 തന്നെ 2 ചെയ്യാം. അപ്പോൾ തേർഡ് റൗണ്ടിൽ നമ്മൾ 1 1 1 2 അങ്ങനെ അത് കഴിയുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ 15 സ്റ്റിച്ചാണ് കിട്ടുക. ഫസ്റ്റ് 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫോർത്ത് 1 ഒരു ചെയിനിൽ തന്നെ 2 ചെയ്ത് കൊടുക്കാം. വീണ്ടും അങ്ങനെ 3 പ്രാവശ്യമാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. ഫസ്റ്റ് 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് 1 ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് 1 ഒരു ചെയിനിൽ തന്നെ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന് നോക്കാം. അങ്ങനെ 15 സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് റൗണ്ട് മുതൽ 10 റൗണ്ട് വരെ, 4 മുതൽ 10 വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക.
അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ചുറ്റിലും എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ 4th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 15 സ്റ്റിച്ച് കിട്ടും. അങ്ങനെ 5th റൗണ്ട് ചെയ്യുക. 5th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും 15 സ്റ്റിച്ച് കിട്ടണം. 5th 6th 7th 8th 9 10 അങ്ങനെ 10 റൗണ്ട് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ 10 റൗണ്ടും ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക 15 സ്റ്റിച്ച് ഉണ്ടോയെന്ന്. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് 10 റൗണ്ട് വരെ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ 1 2 3 4 4 റൗണ്ടാണ് കഴിഞ്ഞത്. ഇവിടെ എത്തുമ്പോഴത്തേന് 5 റൗണ്ടാവും. അങ്ങനെ 10 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 10 റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 10 റൗണ്ട് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ 10 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനിവിടെ യാണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ലെഗിൻ്റെ യാണ് നമുക്ക് കട്ട് ചെയ്യാം. അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ കട്ടയിൽ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ 10 റൗണ്ട് എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ സെക്കൻഡ് 1ൽ നമ്മൾ യാണ് കട്ട് ചെയ്യുന്നില്ല. സെക്കൻഡ് 1ൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട. 10 റൗണ്ട് ചെയ്തതിന് ശേഷം 10ാമത്തെ സ്റ്റിച്ചും ചെയ്തതിന് ശേഷം നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 ഞാനിവിടെ 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ലെഗിൻ്റെ ആ ഒരു ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ലെഗ് ഇവിടെ ജോയിൻ ആയി കിട്ടും. ഇങ്ങനെ നോക്കുമ്പോൾ 2 ലെഗും ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. ഒരു ലെഗിൽ 15 സ്റ്റിച്ചാണ് ഉണ്ടാവുക. 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഉണ്ടാവും. അടുത്ത ലെഗിലും 15 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. അപ്പോൾ ടോട്ടൽ നമുക്ക് 30 സ്റ്റിച്ചാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ 6 ചെയിൻ സ്റ്റിച്ചിലും ഓരോന്നും വീതം ചെയ്യുന്നുണ്ട്. ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഈ ഭാഗത്തും നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ അടുത്ത ഭാഗത്തും ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ 42 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ലെഗിൽ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ റൗണ്ടിലും നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ റൗണ്ടിൽ എത്ര സ്റ്റിച്ചസ് ആണെന്ന് അവിടെ ഇങ്ങനെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ടിൽ ഇങ്ങനെ നോക്കിയിട്ട് ഓരോ റൗണ്ടിലും എത്ര സ്റ്റിച്ചസ് ആണോ നോക്കിയിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് ലെഗിൽ എല്ലാ ചെയിനിലും 15 ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ വരുന്നത് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗത്താണ്. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗത്തും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 6 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടത്. 1 സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ, 2 തേർഡിലും ഒരു സിംഗിൾ ക്രോഷേ, 3 4th 1ലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, 4 5th 1ലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, 6th 1ലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെഗിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത ലെഗിലെ ഫസ്റ്റ് 1ൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ 15 സ്റ്റിച്ചാണ് ഈ സെക്കൻഡ് ലെഗിലും ഉണ്ടാവുക. അപ്പോൾ അതിനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സ്റ്റിച്ച് എന്നുള്ള ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ആ റൗണ്ട് 15 സ്റ്റിച്ചും ചെയ്തിട്ട് അടുത്ത ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 15 സ്റ്റിച്ച് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്തിട്ട് വേണം ഇവിടെ ഈ സ്റ്റെപ്പ് ചെയ്യാൻ. ഈ നേരത്തെ ചെയ്ത
ചെയിനിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ 6 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെയിനിൻ്റെ ഈ ഒരു ഭാഗത്തും ചെയ്യുക. അപ്പോൾ 6 ചെയിനിനെ നമ്മൾ 12 ചെയിനായിട്ട് ചെയിനിൻ്റെ മറ്റേ ആ 2 ഭാഗത്തും നമ്മൾ 6 സ്റ്റിച്ച് വീതം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ആവുക. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഒരു ലെഗിൽ ചെയ്തു, എന്നിട്ട് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ 6 സ്റ്റിച്ച് ചെയ്തു, പിന്നെ സെക്കൻഡ് ലെഗ് ചെയ്തു, പിന്നെ ഈ ഭാഗം ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗമാണുള്ളത്. ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗത്തും നമ്മൾ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ കറക്റ്റ് സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടോ നോക്കിയിട്ട് മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവാം. ചെയ്തപ്പോൾ 42 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 12ാമത്തെ റൗണ്ടാണ്. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. എല്ലാ റൗണ്ടിലും സ്റ്റിച്ച് മാർക്കർ വെക്കണം. ഇനി നമ്മൾ 12 മുതൽ 20 വരെയുള്ള റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 12ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ 42 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആ റൗണ്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ എന്തായാലും കൗണ്ട് ചെയ്യണം. ബിഗിനേഴ്സ് എല്ലാത്തവരും കൗണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് 1 or 2 ആഡ് ആവുക അല്ലെങ്കിൽ ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഏത് എമിഗ്ലൂമിൻ്റെ പാറ്റേണേ മാറിപ്പോവും. അപ്പോൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യുക. റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 42 സ്റ്റിച്ച് കിട്ടും. അപ്പോൾ 13ാമത്തെ റൗണ്ടും ഇതുപോലെ ചെയ്യുക, 14ാമത്തെ റൗണ്ടും ചെയ്യുക. അങ്ങനെ 12 മുതൽ 20 വരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ഇങ്ങനെ ടോട്ടൽ 20 റൗണ്ടായി. ഇവിടുന്ന് ഇതുവരെ 20 റൗണ്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 10 റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഓരോ റൗണ്ടിലും 42 സ്റ്റിച്ച് കിട്ടണം. ആ 42 സ്റ്റിച്ച് ഓരോ റൗണ്ടിലും നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ 10 റൗണ്ടും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 21ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 21ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 21ാമത്തെ റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 19 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, ഇനി നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 19 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഓൾറെഡി നമ്മൾ ചെയ്തു. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19. അപ്പോൾ നമ്മൾ 19 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് 19 റൗണ്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഡിക്രീസിങ് ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് 20ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 21ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഞാനോ ചെയ്യുക പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക ഈ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ 2 ചെയിനിനെ ഒരു ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്തിട്ടുണ്ട്. 20ാമത്തെ ചെയിനും 21ാമത്തെ ചെയിനും നമ്മൾ ഡിക്രീസിങ് ചെയ്തു. ഇനി വീണ്ടും 19 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3
4 5 6 7 8 അങ്ങനെ 19 സ്റ്റിച്ച് ചെയ്യുക. നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് 19 സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ബാലൻസ് 2 സ്റ്റിച്ചാണുള്ളത്. ഈ 2 സ്റ്റിച്ചിനെ നമുക്ക് ഡിക്രീസിങ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചാക്കി കൊടുക്കുക. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. നമ്മൾ അടുത്ത റൗണ്ട് 22ാമത്തെ റൗണ്ട്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 2 ഡിക്രീസിങ് ചെയ്തു. 42 സ്റ്റിച്ചിനെ നമ്മൾ 40 സ്റ്റിച്ചായിട്ട് ഡിക്രീസിങ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ഉള്ള ആ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 12 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള 18, നേരത്തെ 19 ചെയ്തത്. ഇനി 18 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 1 2 3 4 അങ്ങനെ 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി 19ാമത്തെ ഫ്രണ്ട് ലൂപ്പും 20ാമത്തെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ 18 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 2 3 4. ഈ റൗണ്ടിൽ നമ്മൾ 18 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ 18 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 18 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള വിധം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് 2 സ്റ്റിച്ച് ബാലൻസ് ഉണ്ടാവും. ആ 2 സ്റ്റിച്ചിൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 20ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ആണിങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്റ്റഫ് ചെയ്യുക. കുറച്ചുകൂടി അധികമായ പിന്നെ സ്റ്റഫ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ നിന്ന് തന്നെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ലോണം അങ്ങനെ റബ്ബർ ഫില്ലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 38 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഓരോ റൗണ്ടിലും കൗണ്ട് ചെയ്തിട്ട് അത്ര സ്റ്റിച്ച് കിട്ടിക്കണോ നോക്കിയിട്ട് മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോവാം. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ചസൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ 18 സ്റ്റിച്ചും 2 ഡിക്രീസിങ് ആണ് ഈ റൗണ്ടിലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടും. സ്റ്റിച്ചസ് കൂടുകയോ കുറോ ഒന്നും ചെയ്യൂല. അപ്പോൾ എവിടെയും കൂടുകയോ കുറേ എന്തേ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക എവിടെയോ മിസ്റ്റേക്ക് വന്നിക്കണമെന്ന്. അപ്പം തന്നെ റിമൂവ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ പാറ്റേണൊക്കെ മാറിപ്പോവും. ഇനി ഈ റൗണ്ട് നമ്മൾ 17 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ്. സ്റ്റിച്ച് മാർക്കറിൽ ഓൾറെഡി നമ്മൾ 1 ചെയ്തു. 2 3 4 5 അങ്ങനെ 17 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 17 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ഇങ്ങനെ ചെയ്തു. ഇനി 18ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 19ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് ചെയ്യാം. ഇനി വീണ്ടും 17 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 അങ്ങനെ 17 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. വീണ്ടും ഞാൻ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ നിന്ന് 17 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാലൻസ് 2 സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാലൻസ് ലാസ്റ്റ് 2 സ്റ്റിച്ച് തന്നെ ഇങ്ങനെ കിട്ടും. അപ്പം കറക്റ്റ് അല്ലെങ്കിലാണ് 2 3 സ്റ്റിച്ച് കൂടി വരിക. അപ്പോൾ അവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയതുകൊണ്ട് 2 സ്റ്റിച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ 17ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് 18ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 19ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു
സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 16, നേരത്തെ 17 അപ്പോൾ ഓരോ സ്റ്റിച്ചും കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 16 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഒരു ഡിക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ്. ഒന്ന് ഓൾറെഡി ചെയ്തു, 2, 3 അങ്ങനെ 16 ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേന്ന് 16 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 17ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 18ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. 16 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. ഇനി വീണ്ടും നമുക്ക് 16 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1, 2 16 ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 16 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 17ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 18ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്കിതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 15 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 1 ചെയ്തു. ഇനി അടുത്തത് 2, 3 അങ്ങനെ 15 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 15 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ 15 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. അപ്പോൾ 16ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 17ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ 15 സ്റ്റിച്ച് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 15 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 15 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 2 സ്റ്റിച്ചാണ്. 16ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 17ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 14 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പം സ്റ്റിച്ച് മാർക്കർ ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് 1 ഓൾറെഡി ചെയ്തു. ഇനി 13 സ്റ്റിച്ച്. അങ്ങനെ ടോട്ടൽ 14 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. 1, 2, 3 അങ്ങനെ 14 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 14 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. 14 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് ഈ റൗണ്ടിൽ. അപ്പോൾ നമ്മൾ 15ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 16ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 14 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3 14 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു വരാം. നമ്മൾ 14 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി 2 സ്റ്റിച്ചാണ് ബാക്കിയുള്ളത്. 15ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 16ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 13 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. സ്റ്റിച്ച് മാർക്കർ വീണ്ടും വെച്ച് കൊടുക്കുക. 13 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ റൗണ്ട് ഇങ്ങനെ ചെറുതായി വരുന്നുണ്ട്. നമുക്ക് 13 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 ഓൾറെഡി ചെയ്തു, 2, 3 അങ്ങനെ 13 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. 13 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇനി അതിൽ 13 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 14ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 15ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും നമുക്ക് 13 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 13 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. 2, 3 അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 13 സ്റ്റിച്ചിലും ചെയ്തു. ഇനി ബാലൻസ് 2 സ്റ്റിച്ചാണ്. 14ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 15ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 12 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 ഓൾറെഡി നമ്മൾ ചെയ്തു, 2, 3
12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ളത് 12 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. 12 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 13ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 14ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് 13 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, 12 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 12 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ചിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ 13ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 14ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ ഈ റൗണ്ടിൽ 11 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. അപ്പോൾ 1 ഓൾറെഡി ചെയ്തു. 2 3 11 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. 11 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 12ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 13ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് 11 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 11 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 11 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. 12ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 13ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 10 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 1 ഓൾറെഡി ചെയ്തു. 1 2 3 10 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 10 സ്റ്റിച്ചിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് 11ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 12ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 10 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള 10 സ്റ്റിച്ച് ചെയ്യുക. 10 സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ 10 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമുക്ക് 2 സ്റ്റിച്ചാണ് ബാക്കിയുള്ളത്. അതിൽ നമുക്ക് 11ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 12ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത റൗണ്ടിൽ നമുക്ക് 9 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 9 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ്. 1 ഓൾറെഡി ചെയ്തു. 2 3 4 5 6 7 8 9 നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ളത് 9 സ്റ്റിച്ചിലും ചെയ്തു. 10ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 11ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യുക. ഇനി വീണ്ടും 9 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. നമുക്ക് 10ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 11ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ 8 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്.
1 ഓൾറെഡി ചെയ്തു. 2 3 4 5 6 7 8 8 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 9th സ്റ്റിച്ചിൻ്റെയും 10th സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 8 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി 2 സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. അതിൻ്റെ 9th സ്റ്റിച്ചിലും 10th സ്റ്റിച്ചിലും നമുക്കൊരു ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഡിക്രീസിങ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു ഹോള് ചെറുതായി വന്നിട്ടുണ്ട്. ഈ ഒരു ഷേപ്പാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫൈബർ ഫില്ലൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു റൗണ്ടും കൂടിയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ ചെയ്ത് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പോൾ നമുക്ക് ഈ റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമ്മൾ 18 സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോഡി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് യാണ് കട്ട് ചെയ്തതിന് ശേഷം ഫൈബർ ഫിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. കുറച്ചധികം യാണ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഹുക്ക് ഇങ്ങനെ യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിൽ ഫൈബർ ഫിൽസ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബോഡി പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഫൈബർ ഫിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്തേക്കൊക്കെ എല്ലാ ഭാഗത്തും ഫില്ലായിട്ടുണ്ടോയെന്ന് നല്ല നോക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞ് കളിക്കും. നല്ല ടൈറ്റിൽ ഫില്ലാക്കി കൊടുക്കുക. ഇതുപോലെ ഹാൻഡ്സ് ചെയ്തെടുക്കുക. 2 ഹാൻഡ്സ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഹാൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു കൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്യാം. മാജിക് സർക്കിളിലേക്ക് ഈ ഒരു സ്പേസിലേക്ക് ഈ ഒരു ചെയിൻ പോലെ കാണുന്ന അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7
8 9 10 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയിൻ ടൈൽ എൻഡ് വലിച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ മുകളിൽ ടോപ്പിൽ കാണുന്ന ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമുക്കവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 2 മുതൽ 20 റൗണ്ട് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒന്നും ഈ റൗണ്ടിൽ ഈ കൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 10 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓരോ റൗണ്ടിലും 10 സ്റ്റിച്ച് വീതം ചെയ്യുക. എന്നിട്ട് അടുത്ത ഈ റൗണ്ട് എത്തുമ്പോൾ 10 സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്ക് അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ 2 മുതൽ 20 റൗണ്ട് വരെ 20 സ്റ്റിച്ച് റൗണ്ട് എത്തുന്ന വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നോക്കുക 10 സ്റ്റിച്ച് കിട്ടിക്കണോ നോക്കുക. 10 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയോ സ്റ്റിച്ച് മിസ്സായതെന്ന് മനസ്സിലാക്കുക. അതിന് ശേഷം അവിടെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്കിങ്ങനെ ഇവിടെ കൗണ്ട് ചെയ്തപ്പോൾ 10 സ്റ്റിച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ തേർഡ് റൗണ്ട് ചെയ്യുക, ഫോർത്ത് റൗണ്ട് ചെയ്യുക, ഫിഫ്ത്ത് റൗണ്ട്, അങ്ങനെ 20 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാനിവിടുന്ന് 20 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ 10 ഓരോ റൗണ്ടിലും ഓരോ 10 സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ 20 റൗണ്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ട് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അങ്ങനെ 20 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഫൈബർ ഫില്ല്, കുറേയൊന്നും വേണ്ട, കുറച്ച് ഫൈബർ ഫില്ല് ഈ ഒരു പോർഷനിൽ വരെ കുറച്ച് ഫൈബർ ഫില്ല് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഈ ഭാഗത്തേക്ക് വേണ്ട കേട്ടോ, ഇത്രയും ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് ഫൈബർ ഫില്ല് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യാനായിട്ട് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലും 2 സ്റ്റിച്ചും കൂട്ടിയിട്ട് അത് ക്ലോസ് ചെയ്യാണ്. ഈ കൈയിൻ്റെ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ 5 ആവും, ചിലപ്പോൾ 4 ആവും. 4 എണ്ണം ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം അത് ക്ലോസ് ആയി കിട്ടും. 4 or 5 സ്റ്റിച്ചസ് ചെയ്തിട്ട് ഈ ഒരു ഇത് ക്ലോസ് ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ടൈലൻ്റ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കൈയും നേരത്തെ ചെയ്ത് വെച്ച ഒരു കൈയും രണ്ടും ഒരുപോലെ 2 ഹാൻഡ്സ് ചെയ്തെടുക്കണം. 10 സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ്സ് ചെയ്തിട്ടുള്ളത്. 20 റൗണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ കൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇയേഴ്സ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഒരു ഇയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു ഇയറും കൂടി ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യുക. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ടൈലൻ്റ് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം.
ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പ് ലുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷേ ആണ് എല്ലാ സ്റ്റിച്ചിലും ചെയ്തത്. ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 6 സ്റ്റിച്ചിനെ നമ്മൾ രണ്ടെണ്ണം വീതം ചെയ്തിട്ട് 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. 2 3 4 തേർഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 5 രണ്ടെണ്ണം ചെയ്യുക. 6 അടുത്ത സ്റ്റിച്ചിൽ ഫോർത്ത് സ്റ്റിച്ചിലും 2 ചെയ്യുക. 7 8 ഫിഫ്ത്ത് സ്റ്റിച്ചിലും 2 ചെയ്യുക. 9 10 ലാസ്റ്റ് സ്റ്റിച്ചിലും 2 ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ അതെന്നെ കിട്ടിയിട്ടില്ലേന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് തേർഡ് റൗണ്ടിലേക്ക് പോവാം. തേർഡ് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി തേർഡ് റൗണ്ടും ഫോർത്ത് റൗണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. മൂന്നാമത്തെ റൗണ്ടിലും എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് കിട്ടും. 1 2 3 4 5 6 7 8 9 10 11 12 തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് 12 സ്റ്റിച്ചാണ് കിട്ടുക. ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി ഓരോ റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ ചെയ്യുക. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് ഓൾറെഡി ചെയ്തു. 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിനുശേഷം അവിടെ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. യാൺ കട്ട് ചെയ്യുക. കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമുക്കിവിടെ 2 ഇയേഴ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മസിൽസ് ചെയ്തെടുക്കാം. മസിൽ എന്ന് പറഞ്ഞാൽ നോസിൻ്റെ ഭാഗം ചെയ്തെടുക്കുക. അതിനായിട്ട് മാജിക് സർക്കിൾ ചെയ്യുക. ഈ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ടൈലിൻ്റെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ
നേരെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് നല്ലോണം ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചെയിനിലും 2 സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. 6 സ്റ്റിച്ചിനെ നമ്മൾ 12 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 2 സ്റ്റിച്ച് വീതം ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് ഓൾറെഡി നമ്മൾ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്ത് കൊടുക്കാം. തേർഡ് സ്റ്റിച്ചിലും 2 എണ്ണം ചെയ്യുക. അപ്പോൾ 3 സ്റ്റിച്ചിൽ നമ്മൾ 6 സ്റ്റിച്ച് ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റിച്ചിലും 2 എണ്ണം ചെയ്യുക. 6 സ്റ്റിച്ചിലും 2 എണ്ണം വീതം ചെയ്യുക. ഓരോ സ്റ്റിച്ചിലും 2 എണ്ണം വീതം ചെയ്യുമ്പോൾ 6 സ്റ്റിച്ചിലും ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ കറക്റ്റ് നമ്പർ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം മാത്രം അടുത്ത റൗണ്ട് ചെയ്യുക. എന്താ വെച്ചാൽ ഇതൊക്കെ ഒരുപോലെ ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചസ് മാറുമ്പോൾ പാറ്റേണും മാറിപ്പോവും. അപ്പോൾ 12 സ്റ്റിച്ച് കിട്ടിയോ നോക്കിയതിന് ശേഷം തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി റൗണ്ട് 3ൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് 1ൽ 2 സിംഗിൾ ക്രോഷേ, 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ 1 ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്യുക. തേർഡ് 1ൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് 1ൽ 1 തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. ഫോർത്ത് സ്റ്റിച്ചിൽ 1 ചെയ്യുക. സെയിം തന്നെ ഒന്നുകൂടി ചെയ്യുക. ഫിഫ്ത്തിൽ ഒരു സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത്തിൽ 2 സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ തേർഡ് റൗണ്ടിൽ മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെ 2 1 2 1 എന്നുള്ള പാറ്റേൺ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടിലും കറക്റ്റ് നമ്പർ നമ്മളിവിടെ ടെസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. 18 സ്റ്റിച്ച് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൗണ്ട് ചെയ്തിട്ട് 18 ഉണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യുക. അധികം യാണൊന്നും നമുക്ക് വേണ്ട, കുറച്ച് യാണ് മതി. നമ്മളത് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെ മസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോസിൻ്റെ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈ ഒരു യാണ് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് ആ ബാക്ക് സൈഡിൽ ടെയിലെൻറ്റും അതും കൂടി ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. രണ്ട് പ്രാവശ്യം കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഊരിപ്പോവും. 2 പ്രാവശ്യം കെട്ടി കൊടുത്തതിന് ശേഷം ആ യാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൗണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു ബ്ലാക്ക് യാണ് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് യാണ് സൂചിയിൽ കോർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 2 സ്റ്റിച്ചിൻ്റെ അവിടെ വിട്ടിട്ട് നടുവിന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു കട്ടി കിട്ടുന്ന വരെ ഇങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് കൊടുക്കാം.
ുള്ള ഒരു ബിയർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മളെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസൊക്കെ ട്യൂട്ടോറിയലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.